സഞ്ജു, നീ കോളേജിലേക്കാണ് കയറ്. ഞാൻ കോളേജിലാക്കി തരാം. കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല. വാ. ഡാടാ, ഞാൻ പോവാ എന്തായാലും. ഇനി അടുത്തൊന്നും എന്നെ ഇങ്ങോട്ട് ഇതും പറഞ്ഞ് വിളിക്കരുത്. പാർട്ടിയൊന്നും എനിക്ക് പറ്റില്ല. എന്താ, നിനക്ക് കോളേജിൽ വല്ല ചുറ്റിക്കളി ഉണ്ടോടാ? ഏ ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് പഠിപ്പിൽ ഇൻട്രസ്റ്റ് കൂടുതൽ. അങ്ങനെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എൻജോയ് ചെയ്യ്. കോളേജ് ലൈഫ് ഞാൻ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പേക്ക് എന്നെ വിളിച്ച് ശല്യപ്പെടുത്താതിരുന്നാൽ മതി. ഓഹ്, ഡാഡ പറഞ്ഞതിനാണോ നീ പോയി ദേഷ്യപ്പെട്ടിരിക്കുന്നത്? ഇവിടെ നിർത്തിയാൽ മതി. കോളേജിൻ്റെ ഉള്ളിലേക്കൊന്നും വണ്ടി എടുക്കണ്ട. ഞാൻ ഇവിടുന്ന് നടന്നു പൊക്കോളാം. നീ ഇവിടുന്ന് നടന്നു പോണെങ്കിൽ പൊക്കോ. എനിക്ക് കോളേജിൽ കയറേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ പ്രിൻസിപ്പളെ ഒന്ന് കാണണം. കോളേജിൽ കയറുന്ന കൊള്ളാം. എൻ്റെ പ്രേതറാണെന്ന് ആരോടും പറയരുത്. സാധന, സഞ്ജു ഒന്ന് വരുന്നു പറഞ്ഞിരുന്നോ? അടുത്ത ഡാൻസ് കോമ്പറ്റീഷനിൽ എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അവന് വേറെന്തൊക്കെ ഡീറ്റെയിൽ എൻ്റെ വേണമെന്ന് പറഞ്ഞായിരുന്നു. ഇല്ല, അവൻ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ഇപ്പൊ പോയിട്ട് 2 ദിവസമായില്ലേ, ചിലപ്പോൾ വരുന്നുണ്ടാവും. അവനില്ലാതെ ഡാൻസ് ക്ലബ്ബിൽ പോയിട്ട് ഒരു കാര്യമില്ല. അവൻ വരുന്നവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന. ഹേയ് ഗൈസ്, ഗേൾസ്. ഗൈസ് ഗേൾസോ? ഹൂസ് ദാറ്റ്? തല്ലിക്കൊന്നാലും ചാവില്ലല്ലോ, ദാ വരുന്നവൻ. ഇയാളെന്താ ഇവിടെ? അയാളെന്നെ കണ്ട പ്രശ്നോ? സാധന, ഡീ, നീ ഇത് എങ്ങോട്ടാ? അഖില, സാധനയ്ക്ക് നിന്ന് കിട്ടി? അവിടെ തോടുന്നേ? അതറിയാമെങ്കിൽ ഞാൻ ഇവിടുന്ന് ചോദിച്ചോണ്ട് വെക്കോ എങ്ങോട്ടാണെന്ന്. അയാൾ എന്നെ തേടി വന്നതാണോ? ഞാനിവിടെ നിന്ന് കണ്ടുപിടിച്ചു. ദേവ, ഹലോ ദേവ, ഞാനാ. അയാളെ കോളേജിലുണ്ട് ദേവ. എനിക്ക് പേടിയാവുന്നു. എന്നെ തേടി വന്നതായിരിക്കും ദേവ. ഹലോ ഹലോ, നീ കരയാതിരിക്കെ. ദർശ, വണ്ടി എടുത്തേ. നീ വേഗം വാ. അല്ല, എന്താ പറ്റിയത്? എടാ നിക്ക്. ഇവർ രണ്ടുപേരെന്താ ഇന്ന് കോളേജിലേക്ക്? ദർശ, ദേവ, നിങ്ങൾ രണ്ടുപേരെന്താ ഇവിടെ? ഞങ്ങൾക്ക് ഇവിടെ വരെ വരേണ്ടി വന്നു. സാധന എവിടെ? അവളെ നിന്റെ ഒപ്പം കാണുന്നില്ലല്ലോ. എനിക്കറിയില്ല സാധന എവിടെയാണെന്ന്. ജോലി തിരക്കൊക്കെ മാറ്റി വെച്ച് അവളെ കാണാനാ വന്നത്. ദഖില, കളിക്കാനുള്ള സമയമല്ല ഇത്. സാധന എവിടെയാച്ചാ അത് പറയ്. ഞങ്ങൾക്ക് ഉടനെ അവളുടെ അടുത്ത് എത്തണം. എന്തിനാ ഇത്ര തിരുത്തി പഠിക്കുന്നത്? എനിക്കറിഞ്ഞൂടെ അവൾ എവിടെയാണ്. ചോദിച്ചിട്ടില്ല, മറുപടി താടി. നിനക്കറിയാതെ എങ്ങനെയാ നീ ഈ കോളേജിൽ തന്നെയല്ലേ പഠിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? എനിക്കറിയില്ല അവൾ എവിടെയാണെന്ന്. ഞങ്ങളിവിടെ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവൾ ഇവിടെ നിന്ന് ഓടിപ്പോയത്. എന്താ കാര്യം അറിയില്ല. ഒന്നോ ദർശ, നീ ഒരു ഭാഗത്ത് നോക്ക്, ഞാൻ വേറെ ഭാഗത്ത് നോക്കാം. ഈ കോളേജിൽ അവളെ എവിടെ പോയി കിടക്കുക വെച്ചിട്ടാ. എന്തായാലും വേഗം നോക്ക്. അവളെ കണ്ട നീ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. ഈ രണ്ടെണ്ണത്തിന് ഇത് എന്ത് പറ്റി? ഞാനൊന്ന് വീണ് കിടത്താൻ തിരിഞ്ഞു പോലും നോക്കാത്ത എന്നാ. എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു. ഇവളിത് ഇവിടെ പോയി. ഓ, ഐ എം സോറി. ഓ, ഓക്കെ. എവിടെയാണ് സാധന? നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്ത് പറ്റി? നീ എവിടെയാണ് കണ്ടേ? ഒന്നുമില്ല, ഞങ്ങൾ വന്നില്ലേ. എനിക്കറിയില്ല, എനിക്ക് പേടിയാ. പേടിക്കണ്ട, ഞാനെൻ്റെ കൂടെ. ഞങ്ങളുടെ പാവം നിന്നൊന്നും ചെയ്യില്ല. സാധനം ഓക്കെ അല്ലേ? പേടിപ്പിച്ച് കിടന്നല്ലോ നീ. അവനെ കണ്ടോ? എന്തായാലും ഇവിടെ അധികം നേരം നിർത്തുന്നത് അത്ര ശരിയല്ല. നമുക്ക് വീട്ടിൽ പോവാം. അയ്യോ, എനിക്ക് ക്ലാസ് ഉണ്ട്. പിന്നെ അഖില. ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ച് പറഞ്ഞോളാം. നീ വന്ന് വണ്ടി കയറാൻ നോക്ക്. അഖില തന്നെ വന്നോടും. അവിടെ ചെറിയ കുട്ടിയൊന്നുമല്ല. നിങ്ങൾ മൂന്നുപേരും ഈ നേരത്ത്? അല്ല, അഖില മോൾ എവിടെ? മോളെ സാറിന് എന്ത് പറ്റി? ഒന്നുമില്ലമ്മേ, നല്ല തലവേദന. ക്ലാസ്സിലിടുന്നില്ല. ഞാൻ അഖിലോട് പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് വെയിലും മോള് പോയി കിടന്നോളൂ. അമ്മ മോൾക്ക് കോഫി ഇട്ടുകൊണ്ട് വരാം. നിങ്ങളെന്തായാലും നേരത്തെ വന്നല്ലോ. ഇന്ന് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. അച്ഛൻ്റെ ഫ്രണ്ടോ? അച്ഛൻ ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ, എന്തായാലും ഉച്ചവരെ ഞാനിവിടെ ഉണ്ടാവും. ഉച്ചയുടെ ഒരു ക്ലാൻറ്റിനും കാണാണ്ട്. ഹലോ, ആരാ? എന്ത് വേണം? എൻ്റെ കൂട്ടുകാരൻ്റെ അതേ മുഖച്ഛായ തന്നെയാണല്ലോ മോനെ. രണ്ടാമത്തെ മോൻ ദർശനല്ലേ? ഓ, അച്ഛൻ്റെ ഫ്രണ്ട് അല്ലേ? വരുന്ന കാര്യം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ കാത്തിരിക്കായിരുന്നു. അകത്തേക്ക് വരൂ. അളിയ, എന്താടാ സുഖല്ലേ? ഒരുപാട് നാളല്ലേ കണ്ടിട്ട്. നിനക്ക് ഈ വഴിയൊക്കെ അറിയോ? നീ വലിയ ബിസിനസ്മാൻ അല്ലേ, മിസ്റ്റർ നാഗേന്ദ്രവർമ്മ? വാട്ട്? നാഗേന്ദ്രവർമ്മ? ഹ, നീ എന്നെക്കാട്ട് വലിയ ബിസിനസ്മാൻ അല്ലേ? അതായിരിക്കും എന്നെ തേടി വരാൻ പറ്റാഞ്ഞത് അല്ലേ? എന്തായാലും നിന്റെ പരാതി തീർത്തിട്ട് ഞാൻ പോകുന്നുള്ളൂ. പെങ്ങളെ, ഞാൻ ഭക്ഷണത്തിനുണ്ടാവും കേട്ടോ. രാത്രിത്തെ കൂടി കരുതിക്കോ. ഓഹ്, രാത്രിക്ക് മാത്രമല്ല, ഒരാഴ്ചത്തേക്ക് വേണ്ടി കരുതാം. അത്ര ദിവസം ഇവിടെ തിന്നിട്ട് പരാതി തീർത്തിട്ട് പോയാലും കുഴപ്പമില്ല. എടാ, നീ ഇതെങ്ങോട്ടാ? അത് ഞാനിപ്പോ വരാം. എനിക്ക് ചെറിയൊരു പണിയുണ്ട്. എനിക്ക് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയണ്ട. ഇപ്പൊ വരാവാ. ദർശ, നീ വൈകിട്ട് നീ ഓഫീസിലേക്ക് വരുന്നുണ്ടോ? എന്താ താഴത്തെ ബഹളം? ഞാൻ അത് പറയാനാ വന്നത്. നീ ഒന്ന് വേഗം താഴത്തേക്ക് വാ. പിന്നെ സാധന, അവളെ എഴുന്നേറ്റോ? അവളെ റൂമിലല്ലേ, എനിക്ക് എങ്ങനെ അറിയാം? പിന്നെ നീ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നേ? വന്ന ആളെന്തായാലും കുറച്ചേരം അവിടെ ഉണ്ടാവുമല്ലോ. ഓ, ഞാൻ പറയുന്നൊന്ന് കേൾക്കടാ. ഇട വന്നിരിക്കുന്ന ആരാന്ന് നിനക്ക് അറിയോ? ആദ്യം അറിയാലോ. നീയല്ലേ പറഞ്ഞേ അച്ഛന്റെ ഫ്രണ്ടാണ് വന്നിരിക്കുന്നതെന്ന്. പിന്നെ എന്തുവാ? അച്ഛന്റെ ഫ്രണ്ട് തന്നെ വന്നിരിക്കുന്നത്. പക്ഷെ വന്നിരിക്കുന്നത് നാഗേന്ദ്ര വർമ്മയാ, അച്ഛന്റെ ഫ്രണ്ട്. അയാളാടാ. വാട്ട്? നമ്മൾ തേടുന്ന വ്യക്തി നമ്മുടെ കൺമുന്നിൽ എത്തിയെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യും. എടാ, സാധനം എവിടെ? അവളെ അയാൾ എങ്ങനെ കണ്ട പ്രശ്നമാവും. അയാൾക്ക് ആ കാര്യം അറിയുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലടാ ഇവിടുത്തെ പ്രശ്നം. അതാ അയാളുടെ മകനാണ്. അവളെക്കുറിച്ച് അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവളുടെ ഫോട്ടോ കാട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല കാര്യങ്ങള്. ഒന്നോ, ഞാൻ അത്രയും ചിന്തിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാധനം നമുക്ക് ഒളിപ്പിച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ. അച്ഛനമ്മ എന്തായാലും അവളെ വിളിക്കില്ലേ? അതുപോലെ ഞാൻ അകലെ വരാനുള്ള സമയമായി തുടങ്ങി. നീ സാധനം ഇവിടെ നിൽക്കണ്ട, അതായിരിക്കും നല്ലത്. നീ എന്തായാലും വീട്ടിലുണ്ടാവില്ല എന്ന് അമ്മ എതിരായിട്ട് നോക്കിയിട്ടില്ല. നീ സാധനം കൊണ്ട് ബാക്ക് ഡോർ കൂടെ പുറത്തേക്ക് പോകാൻ നോക്ക്. യാ, ഓക്കെ. എന്തായാലും സാധന വിവരം അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒന്നും കൂടി പേടിക്കും. അല്ലെങ്കിൽ അവൾ നന്നായി പേടിച്ചിട്ടുണ്ട്. ഞാൻ ഓഫീസിലേക്കാണ് പോകുന്നത്. അയാൾ പോയി കഴിഞ്ഞാൽ ഉടനെ നീ എന്നെ വിളിക്കണം. ദേവ, സൂക്ഷിക്കണം. ഇതെങ്ങോട്ടായി പോകുന്നേ? എന്താ കാര്യം? അമ്മ എന്നെ അന്വേഷിക്കും. എന്തിനാ പുറകിലൂടെ വന്നത്? ഫ്രണ്ടിലൂടെ വരാറുന്നല്ലേ? ദർശന ഓ, ഒന്നും മിണ്ടാതിരിക്കോ നീ? അയ്യോ, ചിലച്ചോണ്ടിരിക്കാതെ ക്വസ്റ്റ്യൻ മീത ക്വസ്റ്റ്യൻ. നിന്നെയും കൊണ്ട് ഞാൻ കൊല്ലാനൊന്നല്ല പോകുന്നത്. ഒന്ന് മിണ്ടാതെ വാ എന്റെ കൂടെ. നീ ഇത് എപ്പോ വരാന്ന് പറഞ്ഞിട്ട് പോയതാടാ? ഇത്ര നേരായി. അങ്കിള് വന്നത് കണ്ടിട്ടേ സാധനമോളെയും ദേവനോടും ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞതായിട്ടേക്ക്. അതിന് അവരിവിടെ വേണ്ടേ? അവര് എപ്പോഴും ഇവിടുന്ന് പോയതാ. രണ്ടാളും ഇവിടെ ഇല്ല. ഇല്ലെന്നോ? നീയല്ലേ ദേവയെ കാണുന്നെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോയത്? അതാ പറഞ്ഞേ, അവിടെ കയറി വെക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. അവരവിടെ ഇല്ല. രണ്ടാളും ഇവിടെ ഇല്ല. എന്താ അത്യാവശ്യമായിട്ട് പോയിക്കാ. ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാതെ ആ കൊച്ചിന് വയ്യാതിരിക്കാം. അതിനെ കൊണ്ട് അവൻ ഇത് എങ്ങോട്ടാ പോയത്? എന്നോടൊന്നും പറഞ്ഞു പോലും ഇല്ല. അങ്കിള് വരുന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ എന്തിനാ അവൻ പോയത്? അവനോട് വരാൻ പറയുന്നതായാലും. ഏയ്, അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. പിള്ളേർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവും. സാരില്ല, പോട്ടെ. ഞാനിനി ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. അപ്പം നമുക്ക് കാണാം അവർ രണ്ടുപേരും എന്തായാലും. എങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമെന്നോ? തീരുമാനമായി. ഞാൻ രണ്ടിടത്തിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറാൻ നേരം ഉണ്ടാവില്ലല്ലോ. ഈ അച്ഛന് വേറെ ആരെയും കിട്ടിയില്ലേ കൂട്ടുകൂടാൻ? ഇതേതാ സ്ഥലം? ഫേസ് എക്സ്പ്രഷൻ കണ്ടാ തോന്നുമല്ലോ ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചോദിച്ചെന്ന്. ഈ സ്ഥലം ഏതാന്നല്ലേ ചോദിച്ചുള്ളൂ. ഇത് എന്റെ പേരില് ഞാൻ മേടിച്ച സ്ഥലാ. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? കാണ്ടാമൃഗമേ, ഇത് താൻ മേടിച്ച സ്ഥലമാണെന്നോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്ത് നല്ല ഭംഗിയാ. അരുവി, അതിനടുത്ത് നല്ലൊരു കുഞ്ഞു വീട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ത് രസാ. ഈ കാണ്ടാമൃഗത്തിന് ഇങ്ങനൊരു സ്ഥലം എവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റി? ഈ മനസ്സ് ഇത്ര നല്ലതാണോ? എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ നോക്കുന്നില്ല. നീ എന്നെ നോക്കിയിട്ടില്ല, ഞാൻ നിന്നെ കണ്ടിട്ടില്ല. എന്താ മോളെ, ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് മോളുടെ മനസ്സിൽ വല്ലതും ഈ അരുവികളെ തട്ട് തലോടി വരുന്ന തണുത്ത കാറ്റും കിളികളുടെ ശബ്ദവും മനസ്സിനുള്ളിൽ ഇത്ര നല്ല കാലാവസ്ഥയും അതിനിടയിൽ ഇത്രയും ഹാൻഡ്സം ആയിട്ടുള്ള ഞാൻ നിന്റെ മുന്നിലിരിക്കുമ്പോൾ നിനക്ക് പലതും തോന്നും. കുഴപ്പമില്ല, എനിക്ക് താല്പര്യമില്ല. എന്നാലും നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സഹകരിക്കാം. അയ്യടാ, സഹകരിക്കാൻ പറ്റിയൊരു മുതല് മനസ്സിലിട്ട് കൊള്ളാലോ. ദേ,
കെട്ടിയാനാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് അതുപോലത്തെ വല്ല വിളവെടുക്കാൻ വന്നാലിടല്ലോ നിങ്ങളുടെ കിടുക്കാമണിക്ക് ഞാൻ തീരുമാനാക്കും. സഹകരിക്കാൻ വന്നിരിക്കുന്നു. ഡി എന്നെ ഇമ്പോർട്ടൻ്റ് ആടിയത് പോകുന്ന വേണ്ടല്ലേ? എന്ത് പറയും എൻ്റെ അടുത്ത് എന്ന് അവൻ്റെ മുന്നിലോ പേടിച്ച് മുട്ടും വരച്ച് നിന്നോളും. ഓടി പോ, നിനക്ക് ഈ കിടുക്കാമണി ആവശ്യമുള്ളൊരു ദിവസം വരും.